ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ്. ഓൺലൈനിൽ നിന്ന് മേടിച്ച ഒരു പ്രോഡക്റ്റ്. കിച്ചണിൽ നിന്ന് മാത്രമല്ല, വീട്ടിൽ ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണിത്. അപ്പോൾ ആമസോണിൽ അത് ബുക്ക് ചെയ്ത് അവർ കൊണ്ടുവന്നു. ബോക്സ് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. എന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളിലുള്ളത്, എങ്ങനെയൊക്കെ ആയിരുന്നു, എന്തായിരുന്നു എന്ന് നോക്കാം. ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. ഓട്ടോമാറ്റിക് വാട്ടർ ഡിസ്പെൻസറാണ്. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്താൽ മതി, പെട്ടെന്ന് വെള്ളം വരുമെന്നൊക്കെ കുറേ പരസ്യത്തിൽ കണ്ടു. കുറേ ആൾക്കാരും പറഞ്ഞു കേട്ടപ്പോൾ നല്ല രസമുണ്ട് കാണാൻ, നല്ല ക്യൂട്ടായിട്ടുണ്ട്. ചെറുതാണ്. പിന്നെ അതിൻ്റെ സൈഡിൽ തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. സ്റ്റീൽ പൈപ്പാണ് ഇതിന് യൂസ് ചെയ്യുന്നതൊക്കെ എഴുതിയിട്ടുണ്ട്. എന്തായാലും നമുക്കിതൊന്ന് തുറന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് കാണുന്നത് ഒരു ട്യൂബാണ്. അതിൽ കണക്ട് ചെയ്യാനുള്ള ട്യൂബാണ്. പിന്നെ ഒരു സ്റ്റീലിൻ്റെ പൈപ്പുണ്ട്. ഇനി എന്തൊക്കെയുള്ളത് നോക്കട്ടെ. ഒരു USB കേബിൾ ഉണ്ട്. ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. നല്ല രസമുണ്ട്. ഒരു സ്റ്റാർട്ട് ബട്ടണൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് പൈപ്പ് കണക്ട് ചെയ്ത് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ്, എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ ഒന്ന് നോക്കട്ടെ. ഇതിൻ്റെ സൈഡിൽ തന്നെ കുറച്ച് ഡീറ്റെയിൽ കൂടെ എഴുതിയിട്ടുണ്ട്. ഇവിടെയാണ് ചാർജർ കുത്തേണ്ടത്. പുറക് സൈഡിൽ ആ ട്യൂബ് കണക്ട് ചെയ്യാനുള്ള പോർഷനാണിത്. അപ്പോൾ നമുക്ക് ഈ USB വെച്ചിട്ട് ഇത് കണക്ട് ചെയ്ത് ചാർജ് ചെയ്യാം. അതിൻ്റെ ഒപ്പം തന്നെ ചെറിയൊരു സാധനം കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. ഇത് നമ്മുടെ ട്യൂബിൻ്റെ അറ്റത്ത് വെക്കാനുള്ളതാണ് കേട്ടോ. വെള്ളം വരുന്ന ഭാഗത്ത് വയ്ക്കുന്നതാണിത്. ഇനി നമ്മുടെ സ്റ്റീലിൻ്റെ പൈപ്പ് ഇതിലൊന്ന് നന്നായി പ്രസ് ചെയ്താൽ മതി, ഇത് ലോക്കായിരുന്നോളും. അപ്പോൾ അതും പ്രസ് ചെയ്ത് ഇപ്പോൾ കറക്റ്റ് ഒരു പൈപ്പിൻ്റെ ഷേപ്പൊക്കെ വന്നില്ലേ, നല്ല രസമായിട്ട്. ഇനി പുറകിൽ നമുക്ക് ആ ട്യൂബൊന്ന് കണക്ട് ചെയ്യാം. ഇനി വേണ്ടത് ചാർജ് ചെയ്യണം. അതിന് മുമ്പ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം കേട്ടോ. ഇതിൽ കുറച്ച് ചാർജ് ഉണ്ടെന്ന് തോന്നുന്നു. കുറച്ച് ചാർജ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ കുറച്ച് നേരം ചാർജിനിട്ടു. ഇനി ചാർജൊക്കെ ആയതിനു ശേഷം നമുക്ക് യൂസ് ചെയ്യാം. അതിന് മുമ്പായിട്ട് അതിൻ്റെ ഉള്ളിൽ 2 പേപ്പർ ഉണ്ടായിരുന്നു. അതൊന്ന് വായിച്ച് നോക്കാം. അതിൻ്റെ ഉള്ളിൽ ഇൻസ്റ്റലേഷൻ മെത്തേഡ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, അവർ ഡീറ്റെയിൽ ആയിട്ടെല്ലാം. പിന്നെ അനൗൺസ്മെൻറ്റ്സ് ഒക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് വായിച്ച് നോക്കിയിട്ട് കറക്റ്റായിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ നല്ല പ്രോഡക്റ്റാണ്, നല്ല രസമായിട്ടുണ്ട്. ഇതിന് 500 താഴെയുള്ളൂ ഇതിൻ്റെ വില. പിന്നെ ഒരു ക്യാൻ വാട്ടർ എടുക്കുക. ഇപ്പോൾ ക്യാൻ വാട്ടർ നമ്മൾ സാധാരണ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ക്യാൻ വാട്ടർ മേടിച്ചിട്ട് അതിൽ ഇതൊന്ന് വെച്ച് പ്രസ് ചെയ്താൽ മതി, അത് ലോക്കായിക്കോളും. അതിനുശേഷം ഇവിടെ ഒന്ന് പ്രസ് ചെയ്താൽ മതി. ആ ഒരു സൗണ്ടോട് കൂടി വെള്ളം ഇങ്ങനെ വരുന്ന കാണാൻ നല്ല രസം കേട്ടോ. പിന്നെ ഒതുങ്ങിയിരിക്കും, കിച്ചണിലൊക്കെ വെക്കാനും വളരെ ഈസിയാണ്. ഒരു സൈഡിൽ ഇതിങ്ങനെ ഇരുന്നോളും, കുഴപ്പമില്ല. നല്ല രസമായിട്ടുണ്ട് ഈ ഒരു പ്രോഡക്റ്റ്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഓട്ടോമാറ്റിക് വാട്ടർ ഡിസ്പെൻസറാണ്.